നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ ജീവൻ നൽകുന്നതായ വിശുദ്ധ സുവിശേഷം ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന രക്ഷാപ്രസംഗകനായ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായിൽ നിന്ന്. ദൈവത്തിന്റെ ജീവലാവചനവും നമ്മുടെ കർത്താവും തിരുഷാമാവുന്ന യേശുമിശിഹായുടെ ലോകജീവിതകാലത്ത് വെക്കുകയും ഇപ്രകാരം അരുളി ചെയ്തു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 6 തിരുവചനങ്ങൾ 35 മുതൽ 46 വരെ. വിശുദ്ധ യോഹന്നാൻ 6:35 മുതൽ. യേശു അവരോട് പറഞ്ഞു, ഞാനാകുന്നു ജീവന്റെ അപ്പം. എന്റെ അടുക്കൽ വരുന്നവൻ ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവനെ ഒരു നാളും ദാഹിക്കുകയുമില്ല. എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ. എന്റെ പിതാവ് എനിക്ക് നൽകിയിട്ടുള്ള ഏതൊരുവരും എന്റെ അടുക്കൽ വരും. എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും പുറന്തള്ളുകയില്ല. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് എന്റെ ഇഷ്ടം ചെയ്യുവാനല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യുവാനത്രയും. അവൻ എനിക്ക് നൽകിയിട്ടുള്ള ആരെയും നഷ്ടപ്പെടുത്താതെ അവസാന ദിവസം എല്ലാവരെയും ഞാൻ ഉയർപ്പിക്കണമെന്നുള്ളതാകുന്നു എന്നെ അയച്ചവന്റെ ഇഷ്ടം. പുത്രനെ കണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ലഭിക്കണമെന്നുള്ളതാണ് എന്റെ പിതാവിന്റെ ഇഷ്ടം. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാകുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് യഹൂദന്മാർ യേശുവിനെ പറ്റി പെറുപുറത്തു. ഇവൻ യോസേപ്പിന്റെ അവന യേശു അല്ലയോ? ഇവന്റെ പിതാവിനെയും മാതാവിനെയും നാം അറിയുന്നല്ലോ. പിന്നെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നെന്ന് ഇവൻ പറയുന്നത് എങ്ങനെയെന്ന് അവർ പറഞ്ഞു. യേശു അവരോടൊത്തരം പറഞ്ഞു, നിങ്ങൾ അന്യോന്യം പെറുപുറുക്കേണ്ട. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ഒരുവനും എന്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. അവസാന നാളിൽ ഞാൻ അവനെ ഉയർപ്പിക്കുകയും ചെയ്യും. ദൈവം എല്ലാവരെയും പഠിപ്പിക്കുമെന്ന് പ്രവാചകൻ എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് പിതാവിൽ നിന്ന് കേട്ട് പഠിക്കുന്ന ഏവനും എന്റെ അടുക്കൽ വരും. പിതാവിനെ ആരും കണ്ടിട്ടില്ല, ദൈവത്തിനുള്ളവൻ മാത്രം പിതാവിനെ കാണുന്നു. സ്വല്പസമയം ഇരിക്കാം. പെന്തിക്കോസ്ത് പെരുന്നാളിന് ശേഷമുള്ള 3-ാം ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് വായിക്കേണ്ട വേദഭാഗം നമ്മൾ വായിച്ചിരിക്കുന്നു. ഈ പെന്തിക്കോസ്ത് പെരുന്നാളിന് ശേഷമുള്ള 3-ാം ഞായറാഴ്ചയ്ക്ക് മറ്റൊരു പ്രത്യേകതയോടെ ഉണ്ട്. അനുഗ്രഹകരമായ ശ്ലീഹാ നോയമ്പിന്റെ ഇടയിലുള്ള ഒരു ഞായറാഴ്ച കൂടിയാണെന്ന്. ഈ 2 കാര്യങ്ങൾ ഒത്തുചേർത്ത് ഈ ശ്ലീഹന്മാരുടെ ജീവചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ നമ്മുടെ നിലവാരം നടക്കുകയാണ്. വരുന്ന വ്യാഴാഴ്ച 29-ാം തീയതി തീരാൻ പോകുന്ന 13 നോയമ്പ് 13 അപ്പോസ്തലന്മാരുടെ സന്ദേശങ്ങൾ ഉൾക്കൊണ്ട് അവർ തുടങ്ങി വെച്ച വേലയുടെ ബാക്കി നമ്മൾ ചെയ്ത് തലയായ ക്രിസ്തുവിനോട് ചേരുന്ന ഉടലായി മാറുവാൻ നമ്മുടെ ഇന്നത്തെ ഈ നോമ്പ് ആചരണവും ഈ ഞായറാഴ്ചത്തെ ആരാധനയെ ഉതകുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. നമ്മൾ ഈ നോയമ്പിന്റെ ഓരോ ദിവസവും ഓരോ അപ്പോസ്തലന്മാരുടെ ജീവചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ അവരുടെ സന്ദേശം നമ്മൾ ഉൾക്കൊള്ളുകയായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ യോഹന്നാൻ സ്നാപകനെയും യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യനായിരുന്ന യോഹന്നാനെയും യോഹന്നാൻ സ്നാപകന്റെ സാക്ഷ്യം കേട്ടിട്ട് യേശുവിന്റെ ശിഷ്യനായ കഥയും നമ്മൾ പഠിക്കുകയുണ്ടായി. അതിന്റെ കൂടെ യോഹന്നാൻ സ്നാപകന്റെ സാക്ഷ്യം കേട്ട് യേശുവിന്റെ ശിഷ്യനായ മറ്റൊരാളാണ് അന്ത്രയോസ്. ആ അന്ത്രയോസിനെ നമ്മൾ ഇന്ന് ഓർക്കുകയാണ്. ഇവർ രണ്ടുപേരും യേശുവിന്റെ അടുത്ത് വന്നതിന്റെ രഹസ്യം എന്താണെന്നുള്ളത് ഇന്നലെ നമ്മൾ പഠിച്ചു തുടങ്ങി. അതിന്റെ ബാക്കി ഇന്നുണ്ട്. ഇന്ന് വായിച്ചതായ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 35-46 ഇടയിലുള്ള തിരുവചനങ്ങൾ ഇന്നലെ പഠിച്ചതിന്റെ ബാക്കി കാര്യം ഉള്ളതുകൊണ്ട് ഇത് രണ്ടും ഇണചേർത്ത് ചിന്തിക്കുകയാണ്. യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യരായിരുന്ന യോഹന്നാനും അന്ത്രയോസും എന്തുകൊണ്ട് യോഹന്നാന്റെ സാക്ഷ്യം കേട്ടപ്പോൾ യോഹന്നാൻ സ്നാപകനെ വിട്ടിട്ട് യേശു ക്രിസ്തുവിനെ തങ്ങളുടെ രക്ഷിതാവായി സ്വീകരിച്ച് ശിഷ്യരായി തീർന്നു? അത് യോഹന്നാൻ ഭയങ്കര സന്തോഷമായി. യോഹന്നാൻ സ്നാപകന്റെ പണി ഒത്തുമെന്ന പറഞ്ഞ ഒരു ആത്മസന്തൃപ്തി, ഒരു പ്രൊഫഷണൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയും. ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്നാണ് അതിന്റെ പേര്.
വിളിയും തെരഞ്ഞെടുപ്പും അനുസരിച്ച് നമ്മൾ വേല ചെയ്യുമ്പോൾ ഒരു ശമ്പളവും കിട്ടിയില്ലെങ്കിലും അതിൽ തന്നെ ഒരു സന്തോഷമുണ്ട്, അതിൽ തന്നെ ഒരു പ്രതിഫലവുമുണ്ട്. വേല തയ്ക്കുന്ന എൻ്റെ ആഹാരം ദൈവവിളി അനുസരിച്ചൊരു വേല ചെയ്താൽ വേല ചെയ്യുന്നതിന് മുമ്പ് ഒരു അഡ്വാൻസ് ആയിട്ട് വല്ലതും കൊടുക്കും. ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുണ്ട്, കഴിഞ്ഞുണ്ട്, അവസാനം ശമ്പളമുണ്ട്. ദൈവവേലയ്ക്ക് ഇത്രയും ആനുകൂല്യങ്ങളുണ്ട്. നിങ്ങൾ ആനുകൂല്യം വല്ലതും അനുഭവിച്ചിട്ടുണ്ടോ, ആസ്വദിച്ചിട്ടുണ്ടോ? ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ദൈവം നമ്മളെ ഏൽപ്പിച്ച പണി ദൈവവിളി ബോധത്തോടെ ഭംഗിയായിട്ടങ്ങ് ചെയ്താൽ ആ ചെയ്യുന്നവർക്ക് അപ്പോഴേ കിട്ടുന്നൊരു പ്രതിഫലമുണ്ട്, ആത്മസംതൃപ്തി, സന്തോഷം. നമുക്ക് അങ്ങനെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ ദൈവം ഏൽപ്പിച്ച പണിയാണോ എന്ന് നല്ലവണ്ണം പരിശോധിച്ചിട്ട് ദൈവവിളി ബോധത്തോടെ നമ്മൾ എല്ലാ ദിവസത്തെയും പണി ചെയ്താൽ മതി. എന്ത് ശമ്പളം കിട്ടുമെന്നൊന്നും ചിന്തിക്കേണ്ട. അത് ദൈവവിളി ബോധത്തോടെ ചെയ്യുന്ന വേലയാണെങ്കിൽ ദൈവരാജ്യത്തിന് നീതിയും സമാധാനം പരിശുദ്ധാത്മാവ് സന്തോഷവും ആസ്വദിച്ചുകൊണ്ട് യേശുക്രിസ്തുവിനെ സേവിക്കാൻ വിളിക്കപ്പെട്ട് നമ്മൾ ആ പണി ചെയ്യുകയാണെങ്കിൽ നീതിയും സമാധാനം പരിശുദ്ധാത്മാവ് സന്തോഷം നമ്മുടെ അവകാശമായിരിക്കും. പിതാവിനോട് മറഞ്ഞിരിക്കുന്ന നീതി, പുത്രൻ നമ്മുടെ ഉള്ളിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന നദി പോലെയുള്ള സമാധാനം, പരിശുദ്ധാത്മ ഫലം നമ്മളിൽ വിളഞ്ഞിട്ടുണ്ടാകുന്ന ആത്മസന്തോഷം. ഈ സമാധാനവും സന്തോഷവും നമ്മൾ നിന്ന് കവിഞ്ഞൊഴുകുന്നത് മറ്റുള്ളവരിലേക്ക് പങ്കിടാനാണ് ശുശ്രൂഷകളും സേവനങ്ങളുമെല്ലാം. അങ്ങനെ നിങ്ങൾ യേശുവിനെ സേവിച്ചിട്ടുണ്ടോ? അപ്പോസ്തലന്മാർ നമ്മളോട് ചോദിക്കുകയാണ്. അവർ പെന്തക്കോസ്ത് പെരുന്നാൾ കഴിഞ്ഞ് അവർ യേശുക്രിസ്തുവിനെയാണ് സേവിച്ചത്, യേശുവിൻ്റെ വചനത്തെയാണ് ശുശ്രൂഷിച്ചത്. അപ്പോൾ അവരുടെ വേലയിൽ അവർക്ക് വളരെയധികം പ്രതിഫലം ലഭിച്ചുകൊണ്ടായിരുന്നു. അവരുടെ വേലയ്ക്ക് ഫലമുണ്ടായിരുന്നു. ആ വേലയിൽ അനേകർ സന്തോഷിച്ചു, അനേകർ സംതൃപ്തിയോടെ പോയി, അനേകർ രക്ഷയെയും കണ്ടു. നമ്മുടെ തിരുനാളത്തെ ജീവിതം കൊണ്ട് അതുവല്ലോ സാധിച്ചിട്ടുണ്ടോ? 2 പത്രോസ് 1 അധ്യായം നമ്മൾ സ്വയപരിശോധനയ്ക്കായിട്ട് കഴിഞ്ഞ ദിവസം എടുത്തു. നമ്മൾ ദൈവവിളി ബോധത്തോടെ വിശ്വാസത്തോട് വീര്യം, പരിജ്ഞാനം, ഇന്ദ്രിയം, സ്ഥിരത, ഭക്തി, ദൈവസ്നേഹ വിവിയിൽ ദൈവവിളി ബോധത്തോടെ അകങ്കണ്ണ് തുറന്ന് ആത്മഫലങ്ങൾ ഗ്രഹിച്ച് യേശുവിനെ സേവിക്കുകയാണെങ്കിൽ നമ്മുടെ ഓരോ ദിവസത്തെയും ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്നുള്ള കാര്യം പത്രോസ് ലീഹ ആത്മനിറവിന് ശേഷം തൻ്റെ മക്കൾക്ക് കൊച്ചുമക്കൾക്ക് എഴുതി വെച്ചു. എല്ലാ ദിവസത്തെയും പ്രാണൻ യേശു ദൈവരാജ്യത്തിൽ കയറുന്നുണ്ടോ? ദൈവരാജ്യം കാണാനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാനും ദൈവരാജ്യത്തിലെ രാജാവിനെ ശുശ്രൂഷിക്കുവാനും ആ രാജാവിൻ്റെ ഏജന്റുമാരും അംബാസഡർമാരുമാണ് നമ്മൾ മറ്റുള്ളവർക്ക് തോന്നത്തക്ക തരത്തിൽ പ്രവർത്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ നോമ്പിൽ നമ്മൾ സ്വയപരിശോധന നടത്തുകയാണ്. അങ്ങനെ ഇടറാതെയും പതറാതെയും ദൈവരാജ്യത്തിന്റെ നീതി, സമാധാനം, പരിശുദ്ധാത്മാ സന്തോഷത്തിന്റെ അനുഭവത്തിലേക്ക് കയറുന്നവരെ കാണാനും അത് കയറിയവരെ അവിടെ ആനന്ദിക്കുവാനും നമുക്ക് സാധിക്കുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ആനന്ദം. അതാണ് ഏറ്റവും വലിയ പ്രതിഫലം. അത് ഇതുവരെയും കിട്ടിയിട്ടില്ല എങ്കിൽ ദൈവവിളി ബോധവും യേശുവിൻ്റെ അടുത്തുള്ള പോക്കും അത് പൂർണ്ണമായോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ ഒരു ദിവസം കൂടെ ഈ ശിഷ്യന്മാരുടെ ജീവിതാനുഭവത്തിന്റെ തുടക്കത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുകയാണ്. നമ്മൾ ഇന്ന് വായിച്ചതായ തിരുവചനത്തിന്റെ അവസാനത്തിൽ യേശുവിന്റെ അടുത്ത് വരണമെങ്കിൽ പിതാവ് ആകർഷിക്കണം, പിതാവ് എടുത്തു കൊടുക്കണമെന്നാണ്. അപ്പൊ പിതാവിന്റെ ആകർഷണം കൊണ്ടും പിതാവിൽ നിന്ന് കേട്ട് പഠിച്ചിട്ടുമാണ് പുത്രന്റെ അടുത്ത് ചെല്ലാൻ സാധിക്കുന്നത്. നമുക്ക് 100% യേശുവിന്റെ അടുത്ത് ചെല്ലാൻ സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ ബോധ വിചാര ഹൃദയമണ്ഡലങ്ങൾ രക്ഷകനായ യേശുവിന്റെ അടുത്ത് 100% എത്തിയിട്ടുണ്ടോ? അതോ ഇപ്പോഴും അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്? നമ്മുടെ ശരീരം ഇപ്പോൾ ദൈവസന്നിധിയിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ആത്മാവ് മാമോദിസായി തന്നെ അതിനു മുമ്പ് തന്നെ യേശുവിന്റെ സ്വർഗ്ഗാരോഹണത്തോടൊപ്പം തന്നെ നമ്മുടെ ആത്മാക്കൾ സ്വർഗ്ഗാരോഹണം ചെയ്തിട്ടുണ്ട്. എഫേസ്യസിലെ 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആത്മാവ് അവിടെ എത്തിയിട്ടുണ്ട്. ശരീരം ഇപ്പോൾ ദൈവസന്നിധിയിൽ സങ്കേതപുരത്തിൽ സങ്കേതം പ്രാപിച്ചിട്ടുണ്ട്. പ്രാണന്റെ കാര്യം ബോധവിചാരഹൃദയങ്ങളുടെ എവിടെ അതും പിതാവിന്റെ സന്നിധിയിൽ എത്തിയെങ്കിലേ അനുഗ്രഹം വരുമെന്ന് കുർബാനയ്ക്കിടയിൽ വിളിച്ചു പറയും. ബോധവും വിചാരഹൃദയം എവിടെ ഇരിക്കണം? അപ്പൊ അവിടുന്ന് ദൂരെ പോകാൻ സാധ്യതകളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഓർപ്പിക്കുന്നു, തിരിച്ചു വാ 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 നിന്നു, അവിടെ തന്നെ നിന്നു. അപ്പൊ നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ വിചാരങ്ങളെയും വികാരങ്ങളെയും പിശാച് ആകർഷിച്ച് തന്നിലേക്ക് കൊണ്ടുപോയി പാതാളത്തിൽ വരെ എത്തിക്കാനുള്ള സാധ്യത കിടപ്പുണ്ട്. ആ വലിയ അപകടം നമ്മുടെ അടുത്ത് ഉണ്ടെന്നുള്ള ബോധത്തിൽ നമ്മുടെ ജീവിതയാത്ര തുടരണമെന്നാണ് പറയുന്നത്. കർത്താവിന്റെ അടുത്ത് ശിഷ്യന്മാർക്ക് വരാൻ കഴിഞ്ഞത് അവർ പിതാവിൽ നിന്ന് കേട്ട് പഠിച്ചിട്ടായിരുന്നു. ആ പിതാവിൽ നിന്ന് അവരെങ്ങനെ കേട്ട് പഠിച്ചു? അന്ത്രയോസും യോഹന്നാനും പിതാവിന്റെ ശബ്ദം കേട്ടത് യോഹന്നാനിൽ കൂടെയാണ്. യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യനായപ്പോൾ യോഹന്നാൻ പിതാവ് പറഞ്ഞതേ പറഞ്ഞുള്ളൂ. പിതാവും പ്രവാചകന്മാരും പറഞ്ഞ പ്രവാചകന്മാർ പറഞ്ഞ മുഴുവൻ പിതാവ് പറഞ്ഞതാ. പിതാവ് പറഞ്ഞ കാര്യം പ്രവാചകന്മാരിലൂടെ പറയപ്പെട്ടത് മുഴുവനും യോഹന്നാന് ശിഷ്യനായ കൊച്ചു യോഹന്നാനും ആ അന്ത്രയോസും ശരിക്ക് പഠിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം പൂർവ്വശാപവും അവരുടെ പാപവും
അവരിലുള്ള പിശാചിന്റെ അവകാശവുമാണ്. പാപം ചെയ്തപ്പോൾ അവരും അവരുടെ പൂർവ്വരും കൂടെ പിശാചിനെ അവരെ വിറ്റ് കളഞ്ഞു എന്ന് മനസ്സിലായി. ഈ ബോധം നമുക്കുണ്ടോ? നമ്മൾ പാപത്താൽ വിൽക്കപ്പെട്ടവരാണ് എന്നുള്ള ബോധം നമുക്ക് എത്ര പേർക്കുണ്ട്? പഴയ നിയമത്തിലെ വചനം പഠിച്ചാൽ കിട്ടുന്ന ഏറ്റവും വലിയ ബോധം അതാണ്. ഞാൻ എൻ്റെ വകയല്ല, ഞാനിപ്പോൾ പിശാചിന്റെ വകയായി, എന്നെ വിറ്റതാ, ഞാനൊരു അടിമയാണ്, പാപത്തിന്റെയും പിശാചിന്റെയും അടിമയാണ്. അതുകൊണ്ട് എനിക്ക് അതിൽ നിന്ന് വിടുതൽ ലഭിക്കാൻ എന്നെ അടിമപ്പെടുത്തി വെച്ചിരിക്കുന്ന പിശാച് ചോദിക്കുന്നതോളം പൊന്നുമല കൊടുത്ത് മറുവില കൊടുത്ത് വിലയ്ക്ക് വാങ്ങാൻ കഴിയുള്ള ഒരാൾക്ക് മാത്രമേ എന്നെ രക്ഷിക്കാനൊക്കെ. ഈ ബോധം പഴയ നിയമം വായിക്കുന്നവർക്ക് കിട്ടുന്ന ഒരു ബോധ്യം ഉണ്ടാകും. യോഹന്നാനും അന്ത്രയോസിനും ആ ബോധ്യം കിട്ടി. അവർ പാപികളാണെന്നും അവരുടെ പിശാചിന് അവകാശമുണ്ടെന്നും അവർ വിൽക്കപ്പെട്ടവരാണെന്നും അവരെ വീണ്ടെടുക്കുവാൻ ഒരു വീണ്ടെടുപ്പുകാരൻ ആവശ്യമാണെന്നും അവൻ പിശാച് ചോദിക്കുന്നത് എല്ലാം മറുവില കൊടുത്ത് വീണ്ടെടുക്കാൻ പറ്റിയ ഒരാളിന് വേണം. അത് മാത്രമല്ല, ഇവിടെ പാപം ഏറ്റുവാങ്ങുന്ന യാഗബലിയായി മാറുന്ന ആളായിട്ട് ആൾ വരണം. പഴയ നിയമത്തിലെ എല്ലാ യാഗങ്ങളും ഭാവിയിൽ വരാനിരുന്ന യേശുവിന് കാൽവറി യാഗത്തിന്റെ മുൻകുറിയായിരുന്നു. ഓരോ യാഗം കഴിക്കുമ്പോഴും അവരുടെ മനസ്സിൽ ഞാൻ പാപിയാണ്, ഭാവിയിൽ എന്നെ രക്ഷിക്കാനായിട്ട് ദൈവത്തിന്റെ പുത്രൻ വരും, അതുവരത്തേക്ക് തൽക്കാലത്തേക്ക് ഒരു ഇടക്കാല ആശ്വാസം തരാൻ വേണ്ടി മാത്രമാണ് പഴയ നിയമകാലത്ത് മൃഗബലി നടത്തിക്കൊണ്ടിരുന്നത്. ആ മൃഗബലിയിൽ ഒരു താൽക്കാലിക ആശ്വാസം, പിന്നെയും അതങ്ങ് പോകും, പിന്നെയും ബലി കഴിക്കണം. അങ്ങനെ ബലികളെല്ലാം തന്നെ യേശുവിന്റെ കാൽവറി യാഗത്തിന്റെ മുൻകുറിയായിരുന്നു. ഓരോ ബലി കഴിക്കുമ്പോഴും യേശുവിന്റെ വരവിന് വേണ്ടി അവർ ദാഹിച്ച് മോഹിച്ചിരുന്നു. ആ യേശുക്രിസ്തുവിന്റെ കാൽവറി യാഗത്തിന് വേണ്ടി ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന കുഞ്ഞാടായിട്ടാണ് യേശുക്രിസ്തു വരാൻ പോകുന്നു എന്നുള്ള കാര്യം യോഹന്നാൻ ശരിക്കും ഇവരെ പഠിപ്പിച്ചു. അവർക്ക് ആഴമായ ആ കാര്യം ബോധ്യപ്പെട്ടു. എന്റെ പാപത്തെ വഹിക്കുന്ന ഒരു കുഞ്ഞാടിനെ എനിക്ക് വേണം. ആ കുഞ്ഞാട് ദൈവം തന്നെ ആയിരിക്കണം. ദൈവം തന്നെ മനുഷ്യനായി ദൈവത്തിന്റെ അതിശനായതിന്റെ പ്രതിമയായ ലോകത്തിൽ വധിച്ച് ദൈവം മനുഷ്യരൂപത്തിൽ കുഞ്ഞാടായിട്ട് വന്ന് എന്റെ പാപം വഹിച്ചിട്ട് കാൽവറിയിൽ കയറി എനിക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റാൽ മാത്രമേ എനിക്ക് രക്ഷയുള്ളൂ. ആ രക്ഷയാണ് എനിക്ക് ഈ ജീവിതത്തിൽ ആദ്യമായി ലഭിക്കേണ്ടത്. അതിന് ശേഷമേ ധനവും മാനവജീവനും പ്രയോജനപ്പെടുകയുള്ളൂ. പ്രാണരക്ഷയില്ലാത്തവർക്ക് ധനമോ മാനവജീവനോ ബന്ധനമാണ്. പ്രാണരക്ഷയില്ലാത്തവരുടെ ബന്ധങ്ങളെല്ലാം ബന്ധനങ്ങളായിരിക്കും. ധനവും മാനവജീവനും സ്വത്തുക്കളും ബന്ധനമായിരിക്കും. യേശു സ്വാതന്ത്ര്യം തിരിക്കുന്ന യേശുവിനെ കൂടാതെയുള്ള എല്ലാ നേട്ടങ്ങളും ബന്ധനങ്ങളായിരിക്കും, ശാപങ്ങളായിരിക്കും. നമുക്കൊരു സ്വസ്ഥതയും നൽകുകയില്ലെന്ന് നമ്മൾ പെരുന്നാളത്തെ ജീവിതം കൊണ്ട് പഠിച്ചില്ലേ? ധനമോ മാനവോ ജീവനോ ആരോഗ്യമോ ഒന്നും തന്നെ നമുക്ക് പ്രയോജനപ്പെടാതെ പോകുന്നത് യേശുവിനെ 100% കിട്ടാത്തതുകൊണ്ടാണ്. യേശുവിനെ കിട്ടണമെങ്കിൽ പിതാവ് തരണം. പിതാവ് തരണമെങ്കിൽ പിതാവിന്റെ ആകർഷണം ഉണ്ടാകണം. പിതാവിന്റെ ആകർഷണം ഉണ്ടാകണമെങ്കിൽ പിതാവിന് കേട്ട് പഠിക്കണം. അങ്ങനെയാണ് പഴയ നിയമം മുഴുവനും പിതാവിൻ്റെ കൂടെ ഇരുന്ന് പിതാവിൽ നിന്ന് പഠിക്കാനാണ് ഉള്ള അവസരങ്ങളാണ്. ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ യോഹന്നാനും അന്ത്രയോസിനും അവർ കാത്തിരുന്ന ആ ലോകത്തിന്റെ പാപത്തെയും അവരുടെ പാപത്തെയും വഹിക്കുന്ന കുഞ്ഞാടാരാണ് എന്നുള്ളത് അവര് നടത്തിക്കൊണ്ടിരുന്നു. അവർ തപ്പിക്കൊണ്ടേ ഇരുന്നപ്പോഴാണ് ഒരു സുപ്രഭാതത്തിൽ ഇതാ പോകുന്നു ലോകത്തിന്റെ ഭാഗത്തെ കുഞ്ഞാടെന്ന്. ആരെ ചൂണ്ടിക്കൊണ്ടാ പറഞ്ഞത്? യേശുവിനെ ചൂണ്ടിക്കളഞ്ഞപ്പോഴത്തേക്ക് ഇവർ ചാടിയങ്ങ് വീണു. അപ്പോഴത്തേക്ക് യോഹന്നാൻ ഭയങ്കര സന്തോഷം. എന്താ? ജന്മസാഫല്യമാണ്, എൻ്റെ പണി ഒത്തു. ഞാൻ ഇത്രയും നാളും ചെയ്ത പണി ഈ ലോകത്തിന് ഭാഗത്ത് വയ്ക്കുന്ന കുഞ്ഞാടിനെ കാണിച്ചു കൊടുക്കാൻ, അവൻ വഴിയൊരുക്കാനാണ് ഞാൻ വന്നത്. രണ്ടുപേരുടെ ജീവിതത്തിൽ അവർ വഴി കണ്ടു. അവര് യേശുവിലേക്കുള്ള തെരഞ്ഞെടുത്ത് യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ യോഹന്നാന് സന്തോഷം, കൊച്ചു യോഹന്നാന് സന്തോഷം, അന്ത്രയോസിന് യേശുവിന് എല്ലാവർക്കും സന്തോഷം. രണ്ടുപേരുടെ കാര്യം ഒത്തുകിട്ടി. അങ്ങനെ ഒരു സന്തോഷം സ്വർഗത്തിലുണ്ടായിട്ടുണ്ടോ? നിങ്ങൾ ഓരോ കുർബാനയ്ക്ക് വരുമ്പോഴും ഓരോ ധ്യാനത്തിന് വരുമ്പോഴും ആ ലോകത്തിന്റെ ഭാഗത്ത് വയ്ക്കുന്ന കുഞ്ഞാടിനെ കാണുന്നു. ആ കുഞ്ഞാടിനെ ചൂണ്ടിക്കാണിക്കുന്ന ഈ പ്രസംഗം ആ യോഹന്നാൻ സ്നാപകന്റെയും അപ്പോസ്തലന്മാരുടെയും പണിയാണ്. ഒരു പുരോഹിതനല്ലേ ഒരു സുവിശേഷം ചെയ്യുന്നത്. ഇത് അവൻ ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് അവിടെ ഒരു വഴിയിൽ വെച്ച് കണ്ടപ്പോൾ ഇന്ന് ഇതാ സങ്കേതമത്തിൽ വന്നിരിക്കുന്നു, നിങ്ങൾ അങ്ങോട്ട് നോക്ക്. ആ ത്രോണോസിൽ എഴുന്നള്ളി വന്നിരിക്കുന്നവൻ അവൻ തന്നെയാണ്. ആരെ? യോഹന്നാനെയും അന്ത്രയോസിനെയും രക്ഷിച്ച് അവരെ ശിഷ്യരാക്കി അവൻ തന്നെ ഇതാ ഇവിടെ വന്നിരിക്കുന്നു, വേണമെങ്കിൽ വാങ്ങിച്ചോ. അത് ദൈവാത്മാവ് നിങ്ങളോട് കൃത്യമായിട്ട് പറയണം. അതിന്റെ രഹസ്യമാണ് നമ്മളിന്ന് കേട്ടത്. ഈ പ്രവാചകന്മാർ എഴുതിയിരിക്കുന്ന അത് പഠിച്ചിട്ട് പുത്രന്റെ അടുത്ത് ചെല്ലുന്നാലേ രക്ഷ കിട്ടുമെന്നാണ് പറഞ്ഞു. അതുകൊണ്ട് പിതാവിൽ നിന്ന് കേട്ട് പഠിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വരും. ആ ഏവരുടെ കൂട്ടത്തിൽ ഞാൻ പെട്ടോന്ന് ഞാൻ എന്നോട് ചോദിക്കുന്നു, നിങ്ങൾ പെട്ടോന്ന് നിങ്ങളും ചോദിക്കുക. പിതാവിനെ ആരും കണ്ടിട്ടില്ല, ദൈവത്തിനുള്ളവൻ മാത്രമേ പിതാവൻ. അപ്പൊ പിതാവിനെ കണ്ടിട്ടുള്ളത് പുത്രൻ മാത്രമാണ്. പുത്രനെ കണ്ടാൽ പിതാവിനെ കണ്ടതിന് തുല്യവുമാണ്. അപ്പൊ പുത്രനെ കണ്ടാൽ പോരെ? പുത്രനെ വേദോത്സവത്തിലൂടെയും വചനത്തിലൂടെയും ആരാധനയിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും കാണണം. കർത്താവിന്റെ വരവിന് മുമ്പായി ഇനി അനേകർ യേശുവിന്റെ അടുത്ത് വരാനുണ്ട്.
അനേക ആയിരങ്ങൾ ഇനിയും പിതാവിന്റെ ആകർഷണത്തിൽ പുത്രന്റെ അടുത്ത് വരാനുണ്ട്. ഇത്രയും പേരെ സങ്കേതഭവനത്തിൽ കൊണ്ടുവന്ന ആ പിതാവിന്റെ ആകർഷണമാണ്. നമ്മുടെ ശരീരം ഇവിടെ എത്തിക്കിട്ടി. നമ്മുടെ പ്രാണൻ ഈ ക്രൂശിലൂടെ, ഈ ആരാധനയിലൂടെ യേശുവിന്റെ അടുത്ത് എത്താം. ഇന്നത്തെ പ്രാണൻ രക്ഷപ്പെടും. ഇന്നത്തെ പ്രാണൻ യേശുവിനെ കാണും, യേശുവിൻ്റെ കൂടെ താമസിക്കും, യേശുവിനോട് ആനന്ദിക്കും. ആ പ്രാണൻ യേശുവിന്റെ മാറിൽ മറയുകയും ചെയ്യും സ്വസ്ഥമായി. നമ്മുടെ ഓരോ ദിവസത്തെയും പ്രാണൻ യേശുവിന് മാറിൽ മറയുമ്പോൾ അപ്പനൊരു സന്തോഷം, മോനൊരു സന്തോഷം, പരിശുദ്ധാത്മാവിന് സന്തോഷം, നമുക്ക് സന്തോഷം. ആ സന്തോഷം കാണുന്നവർക്ക് എല്ലാം സന്തോഷം. അങ്ങനെ സന്തോഷം നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന അവസ്ഥയിൽ എത്തിക്കുവാൻ അപ്പോസ്തലന്മാർ പോയ വഴിയെ പോകാൻ നമ്മൾ എത്തിയിരിക്കുന്നു. നമുക്ക് ആകർഷണം മുടക്കുകളുണ്ടോ എന്നാണ് ഇന്നത്തെ വിഷയം. പിതാവിൻ്റെ ആകർഷണം മുടക്കുന്നത് എന്തൊക്കെയാണ്? പിതാവ് വെറുക്കുന്ന കാര്യം നമ്മളുണ്ടെങ്കിൽ ആകർഷണത്തിന് വിലങ്ങുതടിയായിട്ട് നോക്കും. ഏതാണ്? 1 യോഹന്നാൻ 2:15 ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹം അവരിൽ ഇല്ല. അവൻ ലോകത്തിലേക്ക് പുത്രനെ അയച്ചപ്പോൾ ലോകത്തോട് ഭയങ്കര സ്നേഹമായിരുന്നു പിതാവിന്. ഇപ്പോൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്ത് കഴിഞ്ഞപ്പോൾ ലോകത്തോട് മഹാവെറുപ്പുക. എന്താ കാര്യമെന്നറിയാവോ? മനുഷ്യനെ മുഴുവൻ കൊന്നുകൊണ്ടിരിക്കുന്ന ശവക്കുഴിയായത്. ശവക്കുഴിയോട് വല്ലവർക്കും ഇഷ്ടമുണ്ടോ? എന്നാൽ ഒരു കിണറ്റിലേക്ക് ഒരു കുഞ്ഞ് അറിയാതെ കെട്ടിയിട്ടില്ലാതെ കിണറിൽ എടുത്തങ്ങ് ചാടിയെന്നിരിക്കട്ടെ, ആ വീട്ടിലുള്ളവർ ആ കൊച്ചിനെ എടുക്കുന്നതിന് വരെ ആ കിണറ്റിൽ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കും, നിലവിളിക്കുക. നാട്ടുകാരെ മുഴുവൻ വിളിച്ചു വരുന്നത് എന്റെ കൊച്ചു കിണറ്റിൽ പോയി. തൻ്റെ ഇടമുള്ള പരിചയമുള്ള ആരെങ്കിലും ആ കിണറ്റിൽ വിടാതെ ഇറങ്ങിച്ചെന്ന് ആ കൊച്ചിനെ തോളയിലിട്ട് അല്ലെങ്കിൽ തലയിൽ കയറ്റി അതിന്റെ വെള്ളമെല്ലാം പോകത്തൊക്കെ കൊണ്ടും അതിനെ ശുശ്രൂഷ ചെയ്ത് അതിനെ രക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കിണറിനോട് ആർക്കെങ്കിലും സ്നേഹമുണ്ടോ? പിന്നെ ആ കിണറിനോട് മഹാവിരോധം. എന്റെ കൊച്ചിനെ കുഴിയിലാക്കിയ കുഴിയാണിതെന്ന് പറഞ്ഞ് അവരെത്രയും വേഗം അത് കെട്ടിയിടും. ആരും അങ്ങോട്ട് പോകാതെ എല്ലാ സമയത്തും ആ കിണറിനെ ഒരു വലിയ വാണിംഗ് എഴുതി താഴെ വീഴാതെ സൂക്ഷിച്ചോണം. അത് കിണർ കെട്ടുന്നവരെ അതുപോലെ കെട്ടിക്കഴിഞ്ഞാലും ആരും അതിനെ ഒളിഞ്ഞു നോക്കുന്നവരും വീഴാതിരിക്കാൻ ശ്രദ്ധപ്പെടുത്തും. ഇതുപോലെ മനുഷ്യർ മുഴുവനും പിശാചിനാൽ ആകർഷിക്കപ്പെട്ട് പാതാളം വരെ പോയി കഴിഞ്ഞാൽ പാതാളത്തിനോടും ലോകത്തോടും ദൈവത്തിന് മഹാവെറുപ്പാണ്. ഇപ്പം മനുഷ്യരുടെ പ്രാണനെ അപഹരിക്കുന്ന കള്ളന്റെ സ്ഥലമായിട്ട്, കള്ളന്റെ ഗുഹയായിട്ടാണ് ഈ പാതാളം ഇരിക്കുന്നത്. അപ്പൊ നമ്മളോട് പിതാവിനെ വെറുപ്പുണ്ടാകാൻ കാരണം എന്താണ്? ജഡമോഹം, കൺമോഹം, ജീവിതത്തിന്റെ പ്രതാപം ഇവയാണ് നമ്മുടെ പാപം മോഹം ഗർഭം ധരിച്ച് പാപത്തെയും പാപം എടുത്തിട്ട് മരണത്തെയും പ്രസവിക്കുന്ന സ്ഥലമായ ലോകത്തോട് നമുക്കൊരു വെറുപ്പ് വേണം. നമ്മൾ ലോകത്തിൽ ജനിച്ചെങ്കിൽ ലോകക്കാരല്ല. നമ്മൾ ലോകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകേണ്ടവരാണ്. ആ പാപത്തിൽ മരിച്ചവരായി നമ്മളെ ഉയർപ്പിക്കാൻ യേശു മരിച്ച് പാതാളം വരെ വന്നു. ആ പാതാളത്തിൽ നിന്ന് അനേകരെ ഇന്ന് വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പാതാളത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെടാതെ പ്രാണനെ ഓർത്ത് നമുക്ക് ദുഃഖമുണ്ടോ, സങ്കടമുണ്ടോ? നമുക്ക് ആ രക്ഷയുടെ ആവശ്യബോധമുണ്ടോ? ഈ ശ്ലീഹാ നോയമ്പിൽ ശിഷ്യന്മാർ നമ്മളോട് കരഞ്ഞുകൊണ്ട് പറയുന്നത് 2017 പാതാളത്തിലേക്ക് എടുത്തിയാടാൻ ഒരു മടിയില്ലാത്ത അനേകരുന്ന് ജീവിക്കുന്നു. ജഡമോഹം കൊണ്ടും കൺമോഹം കൊണ്ടും ജീവിതത്തിന്റെ പ്രതാപം കൊണ്ടും മോഹത്തിന്റെ ഫലമായ പാപവും പാപത്തിന്റെ മരണവും വിളിച്ചു വരുത്തുന്ന ജീവിത യാത്രയിൽ പോകുന്നതോടും പിതാവിന് മഹാവെറുപ്പായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ദൈവസന്നിധിയിൽ വരാനോ വചനം കേൾക്കാനോ സാധിക്കുകയില്ല. അപ്പോൾ പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ അതേ മനോഭാവത്തിൽ പാപത്തോട് യാത്ര പറയാൻ മനസ്സ് വന്നാൽ മാത്രമേ പിതാവിന്റെ ആകർഷണം പിന്നെയും. അതുകൊണ്ട് പിതാവിന്റെ ആകർഷണം നമ്മുടെ ഇപ്പോഴും കിടപ്പുണ്ട്. അതിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ആരാ? ലോകവും ലോകത്തിന്റെ പ്രഭുവും. ലോകവും ലോകത്തിന്റെ പ്രഭുവും ആകർഷണ മുടക്കികളായി വികർഷണം താങ്ങികളായി നിൽക്കുന്നു. ആ പ്രശ്നം നിങ്ങളും കൂടി പരിഹരിച്ചാലേ മാറുകയുള്ളൂ. കാരണം നമ്മൾ സ്വാതന്ത്ര്യത്തോടെ പിശാചിനെ വിളിച്ചു വരുന്ന നമ്മുടെ കൂടെ നിർത്തിയാൽ പിതാവിന്റെ ആകർഷണം അങ്ങേപ്പുറം നിൽക്കും. ഈ പിശാചിന്റെ തന്ത്രങ്ങൾ നമ്മളോട് നിൽക്കുന്നിടത്തോളം കാലം ദൈവത്തിന്റെ ആകർഷണം നമ്മുടെ മേൽ പ്രവർത്തിക്കാൻ കഴിയാതെന്നും അത് ആകർഷണ മുടക്കികളായി വികർഷണ താങ്ങികളായി പിശാചിനോട് യാത്ര പറയാൻ നമ്മൾ തയ്യാറാകണം. എല്ലാ കുർബാനയിലും അത് ആവർത്തിക്കേണ്ടിയിരിക്കുന്നു. മാമോദിസയുടെ അന്ന് പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് ഞാൻ പിശാചിനെ ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് മുതൽ ഇവിടെ ഇറക്കി വിട്ടയാൾ പിന്നെയും തിരിച്ചു വരും. തിരിച്ചു വന്ന് നമ്മുടെ അകത്ത് ശൂന്യത കണ്ടെത്തിയാൽ വേറെ 7 കൂടെ കൂട്ടിക്കൊണ്ടത് 8 പേര് കയറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ 8 പേര് കയറിയെങ്കിൽ അവരെ ഇറക്കാൻ വേണ്ടിയാണ് ഈ നോയമ്പ്. വാർത്തയാൽ ഉപവാസമല്ലാതെ യാതി. അപ്പൊ പിതാവിന്റെ ആകർഷണം മുടക്കി എഴുതുന്ന എത്രയുണ്ട് നമ്മുടെ കൂടെ കാണും. പിതാവിന്റെ അടുത്ത് ചെല്ലുന്നതിന്, പിതാവിന്റെ വചനം കേൾക്കുന്നതിന്, പുത്രന്റെ അടുത്ത് പോകുന്നതിന്, പരിശുദ്ധാത്മാവിൽ നിറയുന്ന തടസ്സമായ അശുദ്ധാത്മാക്കൾ എത്രയെണ്ണം നമ്മുടെ ഇവിടെ നമ്മൾ അവന് അവകാശം കൊടുത്തതാ. അവരോട് യാത്ര പറഞ്ഞ് ഞാൻ അറിഞ്ഞോ അറിയാതെ നിങ്ങളെ വിളിച്ചു വരുത്തി, അല്ലെ ഞാൻ വാതിൽ തുറന്നിട്ടു നിങ്ങളെ കയറ്റി, ഇത് യേശുവിന്റെ വകയാണ്, ഞാൻ നിങ്ങളെ ഒന്നുകൂടെ ഇറക്കി വിടുകയാണ്. അപ്പോസ്തലന്മാരുടെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, അവരുടെ മധ്യസ്ഥതയിൽ അവരോടൊപ്പം അങ്ങനെ
ആകർഷണ മുടക്കികളും വികർഷണ താങ്ങികളും ആകർഷണ മുടക്കികളുമായ തിന്മകളെ നമ്മൾ ഇന്ന് ഒരിക്കൽ കൂടെ പടിഞ്ഞാറേ വാതിൽ വഴി ഇനി ഇറക്കി വിടാൻ പോവുകയാണ്. എന്നിട്ട് പിതാവിന്റെ ആകർഷണം 100% യേശുവിന്റെ അടുത്ത് ചെന്ന് യേശുവിന്റെ പ്രിയ ശിഷ്യരായി തലയോട് ഇരുന്ന് ഉടലായി തീരാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വിശുദ്ധ കുർബാന. ഒരിക്കൽ കൂടെ പാവോദന പ്രാർത്ഥന നടത്തി മാമോദീസായിലെ ആ വലിയ പ്രതിജ്ഞ ഒന്നുകൂടെ പുതുക്കി. ഞാൻ പിശാചിനെ ഉപേക്ഷിക്കാം ഒന്ന് എന്നെഴുന്നേറ്റ് നാടെല്ലാവരും. മാമോദീസായിലെ പ്രതിജ്ഞ ചെയ്തപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളായിരുന്നു, നമ്മൾ അറിയുന്നില്ല. പടിഞ്ഞാറോടൊന്ന് തിരിഞ്ഞ് നിൽക്കാവോ? എല്ലാവരും പടിഞ്ഞാറോടൊന്ന് തിരിഞ്ഞ് നിന്നാട്ട് ഈ പ്രാർത്ഥന എഴുതി ചൊല്ലണം. മാമോദീസ ഏറ്റ ഞാൻ പിശാചിനെ ഒന്ന് ഉപേക്ഷിച്ചതാണ്. എന്റെ അശ്രദ്ധ കൊണ്ട്, എന്റെ അശുദ്ധി കൊണ്ട് അവൻ 7 കൊണ്ട് തിരികെ കയറി. ആകർഷണം മുടങ്ങിക്കിടക്കുന്നു. പിതാവേ, നിന്റെ ആകർഷണത്തിന് നന്ദി. ആകർഷണം മുടക്കികളായ പിശാചികളോട് ഞാൻ വീണ്ടും യാത്ര പറയുന്നു. ഞങ്ങളെ സ്വീകരിക്കണമേ. അന്ത്രയോസും യോഹന്നാനും ആ മോശയുടെയും പ്രവാചകന്മാരുടെയും വചനം കേട്ട് പാപബോധത്തിൽ ലോകത്തിന് പാപത്തെ വയ്ക്കുന്ന കുഞ്ഞാടിന് വേണ്ടി ദാഹിച്ചു മോഹിച്ചതുപോലെ ഞാനും ഇതാ ദാഹിക്കുന്നു, മോഹിക്കുന്നു. ഞാൻ പിശാചിനെ ഉപേക്ഷിച്ചു, ഇന്നും ഉപേക്ഷിക്കുന്നു. മെശിഹായെ വീണ്ടും സ്വീകരിക്കുന്നു. ഞങ്ങൾ ഉത്തമ ശിഷ്യരായി ആ യേശുവിനോട് ചേരുന്നവരായി യേശുവിനെ സ്വന്തമാകുവാൻ തീരുമാനമെടുക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. സാത്താനെ നീ വിട്ടുപോകുക, വിട്ടുപോകുക, വിട്ടുപോകുക. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സ്ഥലത്തിന്റെയും ശുദ്ധാവായ സത്യേകതയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും പരലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യതയിൽ നിന്നുള്ള സത്യതയും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും സാരാംശത്തിൽ പിതാവിനുള്ള സമത്വമുള്ളവനും താൻ മുഖാന്തരം ആരംഭിച്ചവനും മനുഷ്യരായകൾക്ക് ഞങ്ങൾ രക്ഷിക്കും വേണ്ടി തിരുപ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി സുറുഹായിൽ ദൈവമാതാവശത്തകൻ മുറിയാമെന്ന് തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി വിശുദ്ധറിക്കപ്പെട്ട് രക്ഷ അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി നീയുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ വലിയ മുഖത്തോടെ ഇനി വരുവാനിരിക്കുന്നവനും രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുവിശിഹായ എല്ലാവർക്കും കിഴക്കോട്ട് തിരിഞ്ഞ് പരിശുദ്ധാത്മാവാണ് നമുക്ക് ഈ വലിയ സഹായം ചെയ്യുന്നത്. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും വന്ദിക്കപ്പെട്ട് സ്വീകരിക്കപ്പെടുന്നവനും സ്ത്രീയന്മാരുമാണ് സംസാരിച്ചവനുമായ ജീവൻ വിശുദ്ധിയുള്ളവരോടായിരുന്നു കാതോലികവുമായ ഏകവിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാകും നിങ്ങളെ പറഞ്ഞു പരിശോധനത്തിനും ലോകത്തിലെ പ്രതിജീവനുമായി നോക്കിപ്പാർക്കും നമ്മളെ അനുഗ്രഹിക്കാൻ പാപമോചനം തരാനായിട്ട് ഒരിക്കൽ കൂടെ വരുന്നു. പാപമോചന പ്രാർത്ഥന നമ്മുടെ ചെല്ലുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി. യാതൊരു നിർണയത്തിന്റെ കന്യകൊണ്ടായിക്കിട്ടെയാണ്. കർത്താവിനെ സ്നേഹിക്കപ്പെട്ടവരെ, 13 അപ്പോസ്തലന്മാരുടെ ജീവചരിത്രം പഠിച്ച് അവരെ അനുകരിക്കുവാനും അനുഗമിക്കുവാനും അങ്ങനെ അവരനുകരിച്ച ക്രിസ്തുവിനെ നമ്മുടെ സ്വന്തമാക്കുവാനും പിതാവിന്റെ ആകർഷണം ഉണ്ടായിട്ട് നമ്മൾ പുത്രന്റെ അടുത്തെത്തുവാനും പുത്രന്റെ അടുത്തെത്തിയിട്ട് പുത്രനെ സ്വന്തമാക്കുവാനും പുത്രനെ സ്വന്തമാക്കിയിട്ട് പരിശുദ്ധാത്മാവിൽ നിറയുവാനും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ട് നമ്മൾ നിത്യജീവന്റെ മുദ്ര പ്രാപിച്ച് കർത്താവിന്റെ കല്യാണ മണ്ഡപത്തിൽ പറന്നെത്തുവാനുള്ള വലിയ സംരംഭമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾക്കൊരു ഹോംവർക്ക് തന്നായിരുന്നു. യോഹന്നാനെയും അന്ത്രയോസിനെയും യോഹന്നാന്റെ പ്രസംഗം കേട്ടിട്ട് യേശുവിനെ അനുഗമിക്കാൻ പ്രേരിപ്പിച്ച കാര്യം ന്യായപ്രമാണത്തെക്കുറിച്ച് മോശയുടെയും പ്രവാചകന്മാരുടെയും സന്ദേശങ്ങൾ യോഹന്നാനിൽ നിന്ന് അവർ കേട്ട് അവരുടെ ഹൃദയത്തിൽ എഴുതിയതുകൊണ്ടാണ് ലോകത്തിന്റെ പാപത്തെ വയ്ക്കുന്ന കുഞ്ഞാടായിട്ട് യേശുവിനെ സ്വീകരിക്കണമെന്നുള്ള ബോധം അവർക്കുണ്ടായതുകൊണ്ടാണ് ചൂണ്ടിക്കാണിച്ചപ്പോഴേ ഉടനെ അവർ ആ യേശുവിൻ്റെ അടുത്തെത്തി. ഒരു രാത്രി അവൻ്റെ കൂടെ പോയി താമസിച്ചു. അവർക്ക് മനസ്സിലായി ഇവൻ തന്നെയാണ് രക്ഷകൻ, ഇവനാണ് വീണ്ടെടുപ്പുകാരൻ. ഇനി നമ്മൾ യേശുവിനോട് താമസിച്ചിട്ടുണ്ടോ? പഴയ നിയമം വായിച്ചിട്ട് പഴയ നിയമത്തിലെ സന്ദേശവുമായി യേശുവാണ് ആ ലോകത്തിന്റെ പാപത്തെ വയ്ക്കുന്ന കുഞ്ഞാടെന്നുള്ള ബോധത്തിൽ നമ്മൾ യേശുവിനോട് ഏതെങ്കിലും അതിൽ ഉറങ്ങിയിട്ടുണ്ടോ? ശിഷ്യത്വത്തിന്റെ തുടക്കം അങ്ങനെയാണ്. അങ്ങനത്തെ ഒരു രാത്രി നമുക്കും വേണം. നമ്മുടെ രാത്രികൾ ആരുടെ കൂടെയാണ് നമ്മൾ ഉറങ്ങിയത്? നമ്മുടെ കൂടെ നമ്മൾ ഉറങ്ങിയതും ആരുടെ കൂടെയാണ്? യേശു ഇല്ലാത്തവരുടെയാണോ? അതിന്റെ കുറവൊക്കെ പരിഹരിക്കാൻ വേണ്ടിയാണ് ഈ നോമ്പെടുത്തിരിക്കുന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അതുകൊണ്ട് മോശയുടെയും പ്രവാചകന്മാരുടെയും സന്ദേശങ്ങൾ പഠിക്കാൻ പഴയ നിയമം മുഴുവൻ ഒന്ന് വായിച്ചിരിക്കണം.
പക്ഷെ അതിന് ഇച്ചിരി സമയമെടുക്കും. ഒറ്റ ഇരിപ്പിൽ വായിക്കാൻ സമയം കിട്ടുകയില്ല. നമുക്ക് പല കാര്യങ്ങളുള്ളതുകൊണ്ട് 1, 2, 3, 4 അധ്യായമൊക്കെ ചിലപ്പോൾ വായിക്കാനൊക്കെ ഉള്ളൂ. അങ്ങനെ ഒരു വ്രതം എടുത്തിട്ട് എത്രയും വേഗം ഞാൻ ന്യായപ്രമാണവും പ്രവാചകന്മാരും പറഞ്ഞെല്ലാം ഒന്ന് പഠിക്കും. അതിൻ്റെ ഇണവാക്യങ്ങൾ ഇണചേർത്ത് എൻ്റെ ഹൃദയത്തിൽ വെച്ച് വികസിപ്പിച്ചിട്ട് ഞാൻ സമുദ്രം പോലെയായിട്ട് സമാധാനം ഒഴുകി വരുന്ന സമുദ്രമായി ഞാൻ മാറുമെന്നൊരു തീരുമാനം എടുക്കാമെങ്കിൽ ആ വായനയ്ക്ക് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഒരു കുറുക്കുവഴി പറഞ്ഞു തരാൻ പോവാണ്. ആ പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങൾ ഒറ്റ ഇരിപ്പിന് വായിക്കാൻ നമുക്ക് സമയം കിട്ടുകയില്ല. പല ദിവസങ്ങളുണ്ട്, പല മാസങ്ങളുണ്ടായിരിക്കും ചിലപ്പോൾ തീരുന്നത്. പക്ഷെ അതിനു മുമ്പേ തന്നെ മോശയുടെയും പ്രവാചകന്മാരുടെയും ഉപദേശങ്ങളുടെ രക്തചുരുക്കം പുതിയ നിയമത്തിൽ പൗലോസ്ലീഹായും പറഞ്ഞിട്ടുണ്ട്, കർത്താവും പറഞ്ഞിട്ടുണ്ട്. അവിടെ നമുക്ക് പുറകോട്ട് പോകാം. കർത്താവ് തന്റെ ഗിരിപ്രഭാഷണത്തിൽ മോശയുടെയും പ്രവാചകന്മാരുടെയും സന്ദേശത്തിന്റെ രക്തചുരുക്കം ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? കർത്താവിന്റെ ഗിരിപ്രഭാഷണത്തിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ തന്റെ ഗിരിപ്രഭാഷണത്തിൽ ആ കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മോശയുടെയും പ്രവാചകന്മാരുടെയും സന്ദേശം എല്ലാം കൂടെ കുറുകി പരിച്ചൊരു ക്യാപ്സ്യൂളായാൽ ആ ക്യാപ്സ്യൂൾ വേണമെങ്കിൽ നിങ്ങൾ കഴിക്കുക. അപ്പം മോശയുടെയും പ്രവാചകന്മാരുടെയും ആ സന്ദേശങ്ങളുടെ എല്ലാം രക്തം ചുരുക്കാൻ നമ്മുടെ രക്തത്തിലേക്ക് വലിച്ചെടുക്കാൻ സാധിക്കും. ക്യാപ്സ്യൂളിനുള്ള ഗുണം അതാണ്. പല പ്രാവശ്യം ഗുളികകൾ കഴിക്കുന്ന ഗുണം ഒറ്റ ക്യാപ്സ്യൂൾ കഴിച്ചാൽ കിട്ടുമെന്നാണ് പറയുന്നില്ലേ. അതുകൊണ്ട് നമുക്ക് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ മോശയുടെയും പ്രവാചകന്മാരുടെയും സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന അതിനെല്ലാം കൂടെ രക്തചുരുക്കം എഴുതിയിരിക്കുന്ന എവിടാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 7:12 എന്നാ പറയുന്നു? ഇതാകുന്നു ന്യായപ്രമാണവും പ്രവാചകന്മാരും. ഏത്? അപ്പൊ മത്തായിയുടെ ശേഷം 7-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമുക്ക് എല്ലാവർക്കും ചേർന്ന് പറയാം, മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്ക് ചെയ്യുവീൻ. ഇതാകുന്നു ന്യായപ്രമാണവും പ്രവാചകന്മാരും. ക്യാപ്സ്യൂൾ കിട്ടിയോ? അത് വിഴുങ്ങിയോ? വിഴുങ്ങിക്കഴിഞ്ഞാൽ അത് രക്തത്തിലേക്ക് അലിഞ്ഞു വരുമ്പോൾ മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് ഇച്ഛിക്കുന്നതെല്ലാം അവർക്ക് ആദ്യം ചെയ്യണമെന്ന്. നമുക്ക് നേരെ തിരിച്ചാ. എല്ലാവരും എന്നെ നോക്കിക്കോണം, എല്ലാവരും എന്നെ സ്നേഹിച്ചോണം, എല്ലാവരും എന്നെ ഞാൻ പറയുന്നതൊക്കെ ചെയ്തോന്ന് പറഞ്ഞിരിക്കുക. ഇത് നമ്മൾ പ്രതീക്ഷിച്ച പോലെ വിരാറാജനെ കൊതിക്കറിവും പറഞ്ഞ് പെരുകൊടുത്തുകൊണ്ടിരിക്കുക. അമ്മായിയമ്മയ്ക്ക് മരുമകളെക്കുറിച്ചും മരുമകൾക്ക് അമ്മായിയമ്മയെക്കുറിച്ചും പറയാനുള്ളതെല്ലാം ഇതാണ്. അവൾ എന്നോട് അങ്ങനെ ചെയ്യുന്നു, അവരങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് പരിഹരിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ആരെക്കുറിച്ച് ഒരു പരിഭവം പറയാതെ അവർ നമുക്ക് തരണമെന്ന് വിചാരിക്കുന്നത് അങ്ങോട്ട് ആദ്യം കൊടുക്കണമെന്ന്. അതില്ലാതെ അങ്ങനെ കൊടുക്കുന്നത്. അതില്ലെങ്കിൽ ആരോട് ചോദിക്കണം? അത് പരിശുദ്ധാത്മാവോട് ചോദിക്കണം. അപ്പോൾ ഭാര്യയോ ഭർത്താവോ മക്കളോ അയൽവക്കംകാരോ നാട്ടുകാരോ വീട്ടുകാരോ അച്ഛനോ തിരുമേനിയോ ബാവായോ ആര് നിങ്ങൾക്ക് തരണമെന്ന് പ്രതീക്ഷിക്കുന്നത് കിട്ടിയില്ലെങ്കിൽ അത് ആരോട് പറയണം? പരിശുദ്ധാത്മാവോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് എനിക്ക് അവർ തരേണ്ടത് തന്നില്ല, ഇനി ഞാൻ നിനക്ക് തരാം, നീ അങ്ങോട്ട് കൊടുത്തേക്കാൻ പറയും. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ആ കേസ് എത്രയാണോ എന്നുള്ള കാര്യം പരിശോധിച്ച് ന്യായപ്രമാണവും പ്രവാചകൻ വേദോത്സവം മുഴുവൻ വായിക്കാനൊത്തില്ലെങ്കിൽ ഈ ഒരു വാചകമെങ്കിലും വായിച്ചോ? അതെങ്കിലും മനസ്സിലായോ? അതെങ്കിലും മനസ്സിലായി അതങ്ങ് ഏറ്റു പറയുക. ഇപ്പൊ ഒന്ന് ഏറ്റു പറഞ്ഞാൽ, കർത്താവേ ക്ഷമിക്കണം, പരിഭവവും പരാതിയും കൊതിക്കറും തീർന്നിട്ടില്ല. ഞങ്ങൾക്ക് ഇന്നും അനേക പ്രതീക്ഷകളാണ് മറ്റുള്ളവരെ കുറിച്ച്. ഞങ്ങളതെല്ലാം പിൻവലിച്ചിരിക്കുന്നു. മറ്റുള്ളവർ ഞങ്ങൾക്ക് തരേണ്ടത് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് വിളയിച്ചെടുത്ത് ഞങ്ങൾ ആർക്കും കൊടുത്തിട്ടില്ല. ആ കൃത്യവിലോപം ഞങ്ങൾ ക്ഷമിച്ചിട്ട് ന്യായപ്രമാണവും പ്രവാചകന്മാരും പറഞ്ഞ ഈ വലിയ സത്യം ഗ്രഹിച്ച് സകല പരിഭവങ്ങളും സകല പരാതികളും പിൻവലിച്ചിരിക്കുന്നു. ഇന്നു മുതൽ ആര് ഞങ്ങൾക്ക് എന്ത് തരാതിരിക്കുന്നോ അത് കർത്താവിൽ നിന്ന് വാങ്ങിച്ച് അങ്ങോട്ട് കൊടുക്കും. പരിഭവം തീർന്നോ? ഇവിടെ ഒരാളൊരു പെണ്ണല്ലോ, ഇങ്ങോട്ട് വന്നിരുന്നാൽ. അപ്പം പപ്പായോടും മമ്മിയോടും ഭാര്യയോടും ഒക്കെയുള്ള പരിഭവം പിൻവലിച്ചോ? അതിന് പ്രതിയായിട്ട് ശുശ്രൂഷിക്കുന്നുണ്ട്. എനിക്കിനി ആരോടും ഒരു പരിഭവവും ഇല്ല. എനിക്കിനി എന്നോട് മാത്രമേ പരിഭവവും ഉള്ളൂ. ഞാൻ കൊടുക്കേണ്ടത് കൊടുത്തിട്ട് ഞാൻ വാങ്ങേണ്ടത് വാങ്ങി, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം. ആ ഭാഗ്യം ആ ലോട്ടറിയിൽ നിന്ന് അടിച്ചോ? അതാണ് സ്വർഗരാജ്യത്തിലെ ലോട്ടറി. അതാണ് ഏതാ? വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്ന ആ ഭാഗ്യം. അതിന് വാങ്ങുന്നതിനേക്കാൾ കൊടുക്കണമെങ്കിൽ സ്വർഗത്തിലെ ബാങ്കിന്റെ ബ്രാഞ്ചായിട്ട് മാറണം. അതിന് 37-ാം സങ്കീർത്തനത്തിൽ അവൻ നിത്യം കൃപാലുവായി വായ്പ കൊടുക്കുന്നു. ആരെ? ഹോംവർക്ക് വായിച്ച് കണ്ടുപിടിച്ചു. കണ്ടീഷൻ 37-ാം സങ്കീർത്തനത്തിൽ പറയുന്ന വ്യവസ്ഥകൾ മുഴുവൻ പാലിക്കാമെങ്കിൽ നമ്മൾ ആരായിത്തീരും? സ്വർഗത്തിലെ ബാങ്കിന്റെ ബ്രാഞ്ച് ബാങ്കായിട്ട് മാറും. ഒന്നിനും പേടിക്കണ്ട. ആരെന്നാ തന്നില്ലെങ്കിൽ അവർക്ക് കൈ നിറച്ച് വാരിയം കൊടുത്തേക്കുക. എന്താ?
എന്നിട്ട് കണക്ക് അവിടെ കൊടുത്തേച്ചാൽ അത് ഇന്ന ആൾക്ക് ഇന്നത് കൊടുത്തിട്ടുണ്ടോ, കർത്താവ് അത് തിരികെ വാങ്ങിച്ചോളൂ. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാ നിത്യം കൃപാലുമായി വായ്പ കൊടുക്കുന്ന അത് 37-ാം സംഗീതത്തിന് എത്രാം വാക്യമാണ്? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഏതായാലും അത് മറന്നുപോയെന്നുള്ള കാര്യം മനസ്സിലായല്ലോ. അത് അപ്പൊ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടെങ്കിൽ ഇത് ഓർക്കാനൊക്കെ ഉള്ളൂ. എത്രയാ? അവൻ നിത്യം കൃപാലുവായി, അവൾ നിത്യം കൃപാലുവായി, അവർ നിത്യം കൃപാലുവായി. അവരാകാൻ എന്ത് ചെയ്യണം? യഹോവയിൽ തന്നെ രസിക്കണം. ദുഷ്ടന്മാരോട് ഒരു കേസും പറയണ്ട, അനീതി ചെയ്യുന്നവരോട് കേസ് പറയണ്ട. അവരിങ്ങോട്ട് തരാത്തത് അങ്ങോട്ട് കൊടുത്ത്, ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു, ഞങ്ങൾ നിനക്ക് നിത്യം കൃപാലുവായിട്ട് വായ്പ വരുന്നെന്ന് പറഞ്ഞ് വായ്പ കൊടുത്തേച്ച് കണക്ക് അവിടെ സ്വർഗത്തിലെ ഹെഡ് ഓഫീസിൽ അറിയിച്ചാൽ മതി എത്ര കണക്ക് കൊടുത്തിട്ടുണ്ടെന്ന്. കേട്ടോ? മമ്മായിമ്മയ്ക്കും മരുമകൾക്കും ചേട്ടനും ചേട്ടത്തിക്കും എല്ലാവർക്കും ഇങ്ങോട്ട് തരാതെ ഞാൻ ഇന്ന് പോലും കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. എനിക്ക് തരണമേന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രാഞ്ചിൽ ഇല്ലെങ്കിൽ ഹെഡ് ഓഫീസിലോട്ട് പറഞ്ഞാൽ ഇങ്ങോട്ട് അയച്ചു തരുമല്ലേ? ചിലപ്പം ബ്രാഞ്ച് ചിലപ്പോൾ കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഉടനെ വിവരം വെച്ചാൽ മതി, എനിക്ക് ഇനിയും ഒത്തിരി കടം കൊടുക്കാന്ന് പറഞ്ഞാൽ തരികയല്ലേ? ആ വചനപ്രകാരം നമുക്ക് കൊടുത്തുകൊണ്ടിരിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അപ്പൊ നിത്യം കൃപാലുമായി വായ്പ കൊടുക്കുന്ന ബാങ്കായിട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്കിനി പരിഭവം പരാതിയിൽ എന്നും സന്തോഷം, എപ്പോഴും സന്തോഷം. ആരെന്നാ ചെയ്താലും അതുടനെ കാര്യം ന്യായമായി വിധിക്കുന്നവങ്ങൾ ഫലമേൽപ്പിച്ച് സ്തോത്രം പറഞ്ഞാൽ മതി എന്നുള്ള കാര്യം പ്രാർത്ഥിക്കും. ഇതിന്റെ ഇണവാക്യമാണ് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം. അവിടെയും പൗലോസ് ശ്ലീഹ പഴയ നിയമം മുഴുവൻ പഠിച്ചയാളാ. ഗമാലിയേലിന്റെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD ഉണ്ടായിരുന്നു. ഏതാ? ന്യായപ്രമാണത്തില്. ഇപ്പൊ ന്യായപ്രമാണം എല്ലാം പഠിച്ചെങ്കിൽ യേശുവിനെ തിരിച്ചറിയാൻ പറ്റിയോ? പറ്റിയില്ല. സ്വന്തം വിവേകത്തിലൂന്നി താൻ കപടഭക്തനായി പോയി കഴിഞ്ഞ് താൻ അറേബ്യയിൽ പോയി തപസ് ചെയ്ത് പരിശുദ്ധാത്മാവ് വേദോസം ശരിക്കും പഠിപ്പിച്ചപ്പോഴാണ് കാര്യം മനസ്സിലായത്. അപ്പോൾ പൗലോസ് ശ്ലീഹായ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇത് തന്നെയാണ് എന്ന് അവിടെയും പറയുന്നുണ്ട്. എവിടെയാ? ഗലാത്യർ 5-ന്റെ 23-ാം വാക്യത്തിൽ അങ്ങനെ ഒരു വാക്യമുണ്ട്. ഏതാണ്? ഇതിന് വിരോധമായി ഒരു ന്യായപ്രമാണവും ഇല്ല എന്ന് പറഞ്ഞാൽ എല്ലാ ന്യായപ്രമാണവും എല്ലാ പ്രവാചകന്മാരും ഈ വാക്യത്തിനകത്തുണ്ട്. ഏതാണത്? ആത്മഫലങ്ങൾ വിളയിച്ച് ആത്മഫലങ്ങൾ മറ്റുള്ളവർ കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇങ്ങോട്ട് കിട്ടുന്നൊന്നും നോക്കട്ടെ, കൊടുത്തങ്ങ് തീർത്തേച്ചാൽ മതി. ഇന്ന് കണക്ക് അവിടെ ഏൽപ്പിച്ചാൽ മതി. ഞാൻ അമ്മായിയമ്മയ്ക്ക് ഇന്നത് കൊടുത്തു, എന്റെ ശത്രുവിന് ഇന്നത് കൊടുത്തു, എന്നെ വെറുക്കുന്ന ഇന്നയാളെ ഞാൻ ചെയ്തു എന്ന് റിപ്പോർട്ട് കൊടുത്താൽ മതി. നമുക്കതിന് ശമ്പളവും കിട്ടും. അവരോട് കർത്താവ് ചോദിച്ചോളും വാങ്ങിച്ചോളുകയും ചെയ്യും. അപ്പൊ ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 23-ാമത്തെ അവസാനത്തെ 23-ാം വാക്യം അവസാനം, സൗമ്യത, ആത്മാവ് നിയന്ത്രണം എന്നിവയാകുന്നു ഇവയ്ക്കെതിരായ ഒരു ന്യായപ്രമാണവും ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ രാഗമോഹങ്ങളോട് ക്രൂശിച്ചിരിക്കുന്നു. ആത്മാവിനാൽ നമ്മൾ ജീവിക്കുന്നെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. അന്യോന്യം വെല്ലുവിളിച്ചും അസൂയപ്പെട്ടും ദുരഭിമാനികളാകരുത്. ദുരഭിമാനം വരുന്നത് ആരാ? പിശാച. അവരെന്നെ കളിയാക്കി, അവരെന്നെ കുത്തുവാക്ക് പറഞ്ഞ് ഞാൻ ആയുസ് മറക്കുകയില്ല എന്നൊക്കെ പറയുന്ന ഏത് ആത്മാവാ? പിശാചിന്റെ ആത്മാവാ. അതുകൊണ്ട് യാത്ര ഞാൻ എപ്പോഴാണ് മറന്നിരിക്കുന്നത്, ഒരിക്കലും ഓർക്കുകയില്ല. എന്റെ ഭാവമില്ല, യേശു മറന്നു, അതുകൊണ്ട് അന്വേഷിക്കും. ഞാൻ അതുകൊണ്ട് ഇതും മറന്നിരിക്കുന്നു. മറക്കാതെ വല്ലവരുണ്ടെന്ന് ഒന്ന് പറഞ്ഞാട്ട്, കർത്താവേ ഞാൻ എല്ലാം മറന്നിരിക്കുന്നു. ആരെന്നാ ചെയ്താലും കുത്തിയാലും മുറിച്ചാലും ചതച്ചാലും കാരണം ഞാൻ അതിനേക്കാൾ നിന്നെ ചതച്ചതാ, ഞാൻ അതിനേക്കാൾ നിന്നെ വേദനിപ്പിച്ചു. അത് നീ മറന്നല്ലോ, അത് നീ മറന്നുകൊണ്ട് ഞാനും മറന്നിരിക്കുന്നു. ഞാൻ ഓർത്താൽ അവൻ അത് ഓർത്തിരിക്കും. ഓർത്താൽ നമുക്ക് ജീവിക്കാനൊക്കെയോ? അതുകൊണ്ട് ഞാൻ ചെയ്ത പാപങ്ങൾ നീ വേണ്ടി ഒരിക്കലും ഓർക്കരുത്. അതുകൊണ്ട് ഞാൻ ഇനി ആരെന്നാ ചെയ്താലും ഓർക്കുന്നില്ല. ആ ഒരു വ്യവസ്ഥയുണ്ടെന്ന് നിങ്ങൾ മറക്കരുത്. ഈ കരുണയുടെ കാലത്ത് കരുണ നിലനിൽക്കണമെങ്കിൽ ഞാൻ മറക്കുകയില്ലെന്ന് പറഞ്ഞെല്ലാം പിൻവലിച്ചിട്ട് ഞാൻ മറന്നിരിക്കുന്നു എന്ന് പറയാം. ഒന്ന് പറഞ്ഞാട്ടെ, ഞാൻ കർത്താവേ ഞാൻ സകല മുറിവും ചതവും വേദനയും അപമാനവും ഞാൻ സഹിച്ചിരിക്കുന്നു, അത് മറന്നിരിക്കുന്നു. അപ്പോൾ ആത്മഫലങ്ങൾ വിളയിക്കുന്ന വെള്ളഭൂമിയായി മാറിയ പിന്നെ വല്ലതിനും പേടിക്കണോ? ഈ പഴയ നിയമം പുതിയ നിയമം ശരിക്കും പഠിച്ചോ? കിട്ടിയല്ലോ, ക്യാപ്സ്യൂൾ കിട്ടി. ഇനി സമയം പോലെ വായിച്ച് മുഴുവൻ പഠിച്ച് ഹൃദയസ്ഥമാക്കിക്കൊള്ളുക. അതുമായിട്ട് ഈ 12 അപ്പോസ്തലന്മാർ പെന്തിക്കോസ്തിയിൽ കാത്തിരുന്നപ്പോൾ ഈ വചനങ്ങളെല്ലാം അവർ അയവിറക്കി അവരുടെ രക്തത്തിന്റെയും അവരുടെ ജീവിതത്തിന്റെയും ഭാഗമായി അസ്ഥി മാംസമായി മാറിക്കഴിഞ്ഞപ്പോൾ അവരെ കാണുന്നവർക്ക് രക്ഷ കിട്ടാൻ തുടങ്ങി. അവരുടെ നിഴലടിക്കുന്നവർക്ക് സൗഖ്യം, അവർക്ക് ആശ്വാസം. അങ്ങനെ ഈ 13 നോയമ്പ് കഴിഞ്ഞാൽ നമ്മളെ കാണുന്നവരും നമ്മളെ കേൾക്കുന്നവരും നമ്മളെ തൊടുന്നവരും നമ്മൾ കടന്നു പോകുന്ന വഴിയിൽ അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് എഴുന്നേൽക്കാം. അപ്പോസ്തലന്മാർ 13 പേര് ഇതാ നമ്മുടെ ഇവിടെ വരാൻ പോകുന്നു. അവരോടൊപ്പം നമുക്ക് അനുഗ്രഹം ഏറ്റുവാങ്ങാം.